അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിന്നൊരു വാനില മാംഗോ കേക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാനിത് ഇന്നലെ ഫാദേഴ്സ് ഡേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ സാധാരണ ഫാദേഴ്സ് ഡേക്ക് കേക്കൊന്നും തയ്യാറാക്കലില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഫാദേഴ്സ് ഡേ തന്നെയല്ല, അതിനായിട്ടൊരു പ്രത്യേക ദിവസത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇന്നലെ ഉപ്പ വീട്ടിൽ തന്നെ ഉണ്ടായപ്പം വിചാരിച്ചു എന്നാലൊരു കേക്ക് തയ്യാറാക്കാമെന്ന്. മോളും കുറേ ദിവസമായിട്ട് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഓൾറെഡി ഞാനിവിടെ വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കാം. അപ്പോൾ കേക്ക് ഒന്ന് നമുക്ക് 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോൻ്റെ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കേക്കിയുടെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊണ്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ക്രീം ഒന്ന് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോക്ക് ഇതിന് മുന്നേ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്രീം ഒന്ന് വേറൊരു ബൗളിലോട്ടേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലോട്ടേക്ക് മാംഗോയുടെ എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാംഗോയുടെ എസൻസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാംഗോയുടെ ഫ്ലേവറൊക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇതിവിടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാംഗോയുടെ ഒരു ക്രഷ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു കേക്ക് ബോർഡ് ഒന്ന് എടുക്കാം. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പോട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. പറയാത്തവരുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അലിയിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കേക്കിലേക്കൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിലേക്ക് വാനില ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപോലെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ ഒരു ക്രഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതൊരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും ക്രീമും കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മാംഗോയുടെ ആ ഒരു ക്രഷും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുറത്തേക്ക് വന്ന ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ചുകൂടെ ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്രം കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ ഒരുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്കൊരു 10-15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടിയൊന്ന് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മാംഗോയുടെ ക്രീമും കൂടി ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 ലെയറായിട്ട് മാംഗോയുടെ ക്രീം ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വാനില ക്രീമും കൂടി ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമൊക്കെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നിങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ ക്രീം ഇതുപോലെ തുടച്ചിട്ട് വേണം ഇതൊന്ന് ഫിനിഷിങ്ങിലായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ എല്ലായിടത്തേക്കും നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടായാലും നല്ല പോലെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത് ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലത്തെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കാണാനൊരു നല്ലൊരു ഭംഗിയും ഉണ്ടാവും. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. മുകൾ ഭാഗം ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡെക്കറേഷനിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്രീമിലേക്ക് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അത് ഞാനൊരു 2 ബൗളിലോട്ടേക്കായിട്ട് ഒരു ബൗളിലോട്ടേക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള മാംഗോയുടെ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സാധാരണ വൈറ്റ് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ നമുക്ക് മാംഗോയുടെ ഗനാഷ് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കഴിയും പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ സൈഡിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ചോക്ലേറ്റ് ഗനാഷൊക്കെ മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഒഴിച്ച് വന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് വാനില ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിൽ ഇതുപോലെ ചോക്ലേറ്റ് ലെറ്റേഴ്സ് കൊണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് എഴുതി വെച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതിയിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ബോർഡറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ ഒന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാനില മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാംഗോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്